ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, എവർക്കും ഒരിക്കൽ കൂടി ബൈനോമിയൽ തിയറത്തിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈനോമിയൽ തിയറവുമായിട്ട് ബന്ധപ്പെട്ട ചില പർട്ടിക്കുലർ ടെക്നിക്കുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു പർട്ടിക്കുലർ ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് ഒരു പർട്ടിക്കുലർ ടേം കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. കുറച്ചുകൂടി വെറൈറ്റി പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. Okay, here is the next question, question number 19. Find the coefficient of x raised to 5 in the expansion of x plus 3 all raised to 8. As usual, നമുക്ക് coefficient of x raised to 5 നമുക്ക് അറിയില്ല. അതുകൊണ്ട് let tr plus 1 be the term containing x raised to 5 നമുക്ക് അങ്ങ് എടുക്കാം. അപ്പോൾ എഴുതിക്കോളൂ മക്കളെ, let tr plus 1 be the term containing x raised to 5 in the expansion of x plus 3 all raised to 8. tr plus 1 ന്റെ ഫോർമുല നമുക്കറിയാം. that is ncr a raised to n minus r b raised to r. here a യുടെ സ്ഥാനത്ത് നമുക്ക് x ആണ്, b യുടെ സ്ഥാനത്ത് നമുക്ക് 3 ആണ്, n ന്റെ സ്ഥാനത്ത് നമുക്ക് 8 ആണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is 8cr a യുടെ സ്ഥാനത്ത് x raised to 8 minus r, b യുടെ സ്ഥാനത്ത് 3 raised to r. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ tr plus 1. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? ദിസ് ഇസ് ദ ടേം. നമുക്ക് ഒന്നും കൂടെ ഒന്ന് എഴുതാം, കോയിഫിഷ്യൻ്റ് ഒരുമിച്ച് എഴുതാം. 8cr 3 raised to r, കോൺസ്റ്റൻസ് എല്ലാം ഒരുമിച്ച് എഴുതത്രേ ഉള്ളൂ. x raised to 8 minus r, ഇതിനെ നമുക്കൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ, ആൻഡ് നമ്മൾ എടുത്തിരിക്കുന്നത് ദിസ് ഇസ് ദ ടേം കണ്ടെയ്നിങ് എക്സ് റേസ് ടു 5 എന്ന് നമ്മൾ എടുത്തിരിക്കും. അപ്പോൾ എന്തായിരിക്കും പ്രത്യേകത? എക്സ് റേസ് ടു 5 ആണെങ്കിൽ ഈ എക്സ് റേസ് ടു 8 മൈനസ് ആറിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 8 മൈനസ് ആറിൻ്റെ സ്ഥാനത്ത് 5 എന്ന് വരണം അല്ലേ? എന്നാലേ എക്സ് റേസ് ടു 5 ആകത്തുള്ളൂ, കാരണം എക്സിൻ്റെ വേറെ ടൈംസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അത്തരത്തിൽ ചെയ്യാം. അപ്പോൾ എഴുതിക്കാം മക്കളെ, സിൻസ് ദിസ് ഇസ് ദ ടേം കണ്ടെയ്നിങ് x raised to 5, comma x raised to 8 minus r is equal to x raised to 5. That implies 8 minus r is equal to 5. That implies 8 minus 5 is equal to r. നമ്മൾ ഇത് രണ്ടും അപ്പുറത്തേക്കും കൊണ്ടുപോയി. That means that implies what? r is equal to 3. അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ആ ആറിൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആവും. ഓക്കെ, therefore 1 implies tr plus 1 എന്ന് വെച്ചാൽ t3 plus 1 t4 എന്നാവും, is equal to 8c3 3 raised to 3 x raised to 8 minus 3. നമുക്ക് വേണ്ടത് അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 8c3 3 raised to 3 എന്ന് പറഞ്ഞാൽ 27 വരും, ഇൻറ്റു എക്സ് റേസ് ടു 5. 8c3 നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 1 2 3 ഇൻറ്റു 27 എക്സ് റേസ് ടു 5 എന്ന് വരും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു നമുക്കറിയാം 2ഉം 3ഉം കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 6 പോവും. 56 ഇൻറ്റു 27 ഇൻറ്റു എക്സ് റേസ് ടു 5 എന്നാണ് വരിക അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 27 ഇൻറ്റു 6 62 15. സോ 1512 എന്ന് വരും. 1512 എക്സ് റേസ് ടു 5 എന്നാണ് വരിക. ഓക്കെ, ഇതിനകത്ത് ഈ 1512 എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ കോയിഫിഷ്യൻ്റ്. എക്സ് റേസ് ടു 5 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളോട് ചോദിച്ചാണ് വാട്ട് ഈസ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 5 എന്നാ. therefore the coefficient of x raised to 5 is 1512. so that's the answer. ഓക്കെ മക്കളെ, അപ്പോൾ ഈ tr plus 1ൻ്റെ ഫോർമുലയിൽ നിന്നാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നത്. അക്കാര്യം ഒന്ന് ഓർത്താൽ മതിയാവും. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 20. ഫൈൻഡ് എ കോഎഫിഷ്യന്റ് ഓഫ് a raised to 5 b raised to 7 in the expansion of a minus 2b all raised to 12. നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ as in the previous case, let us take the tr plus 1 be the term containing a raised to 5 b raised to 7. So let us take that. Let tr plus 1 be the term containing a raised to 5 b raised to 7.
So we can write tr plus 1. Tr plus 1 is equal to, formula is ncr a raised to n minus r b raised to r. Here instead of a we have a itself, and b we have minus 2b, and n we have 12. So let us substitute that value here. That is 12cr. r നമുക്ക് അറിയില്ല. a is a raised to 12 minus r. b is minus 2b all raised to r. Okay, so that's equal to 12cr a raised to 12 minus r minus 2 raised to r b raised to r. നമ്മൾ ഇതിനെ ഒന്ന് പവർ ഓരോന്നിനും കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കോൺസ്റ്റൻസ് ഒന്ന് ഒരുമിച്ച് എഴുതാം. ദാറ്റ് ഈസ് 12cr minus 2 raised to r a raised to 12 minus r b raised to r. ഇതാണ് നമ്മുടെ tr plus 1. Let us call it as equation number 1. Okay. Now, as we are taking this term as the term containing x raised to a raised to 5 b raised to 7, ഈ a raised to 12 minus r ന്റെ സ്ഥാനത്ത് a raised to 5 എന്നും b raised to 7 ന്റെ സ്ഥാനത്ത് b raised to r എന്നും ആയിരിക്കുമല്ലോ വരിക. സോ നമുക്കത് എഴുതാം. Since this is the term containing a raised to 5 b raised to 7, comma a raised to 12 minus r is equal to a raised to 5, and b raised to r is equal to b raised to 7. ഇതിനകത്തുനിന്ന് രണ്ടിനകത്തുനിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും r എന്ന് പറഞ്ഞാൽ 7 ആണെന്നല്ലേ. ഇവിടുന്ന് ഡയറക്റ്റ് ആണ് r is equal to 7 ആണ്. ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 12 minus r 5 ആയതുകൊണ്ട് r എന്ന് പറഞ്ഞാൽ 12 minus 5 that's equal to 7. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ നമുക്ക് r ന്റെ വാല്യൂ കിട്ടും. ഓക്കെ മക്കളെ, അപ്പോൾ r കിട്ടി. Now let us substitute that value of r in equation number 1. So 1 implies tr plus 1, that is t7 plus 1 is equal to 12c7 minus 2 raised to 7. a raised to 5 ആയിരിക്കും, b raised to 7 ആയിരിക്കും അല്ലേ. അത് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം this is the term containing a raised to 5 b raised to 7 നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടതിന്റെ കോഎഫിഷ്യന്റ് ആണ്. Therefore the coefficient is 12c7. 12c7 is same as what? 12c7 എന്ന് പറഞ്ഞാലും 12c5 എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കുമല്ലോ. minus 2 raised to 7, right? Yeah. So coefficient is equal to that's equal to 12 into, അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 12c5 നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടാവുന്നേ ഉള്ളൂ. ഇത് പിന്നെ മാത്രമല്ല, ഇത് minus 2 raised to 7 ആയതുകൊണ്ട് ഒരു മൈനസ് കോമൺ ആയിട്ട് നമുക്ക് വരും. ലാസ്റ്റ് മൈനസ് ആയിരിക്കുമല്ലോ. minus 2 raised to 7 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 64 128 ആയിരിക്കും അല്ലേ. 2 raised to 7 128 ആയിരിക്കും. 8 എന്ന് പറഞ്ഞാൽ 256 ആവും. 9 എന്ന് പറഞ്ഞാൽ 512 ആവും. 10 എന്ന് പറഞ്ഞാൽ 1024 ആവും. സോ ഇൻറ്റു 12c5 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ ആവും. ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും 101376 എന്ന് കിട്ടും. ഇത് നിങ്ങളത് സിംപ്ലിഫൈ നോക്കിയാൽ മതിയോ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ മക്കളെ. Hi my dear students, this is the next question, question number 21. Find the middle terms in the expansion of 3 minus x cubed by 6 all raised to 7. Find the middle term. അത് നമുക്ക് അറിയില്ല, മിഡിൽ ടേം ഏതാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എത്ര ടേം ഉണ്ട് ഇതിൻ്റെ എക്സ്പാൻഷനകത്ത്. ഇത് ഓൾ റേസ് ടു 7 ആണ്. 7 ആയാലും എത്ര ടേം ഉള്ളത്? 8 ടേംസ് ഉണ്ട് അല്ലേ. എത്രയാണോ? n+1 ടേംസ് ആണല്ലോ. അപ്പോൾ 7 ആണെങ്കിൽ 7 + 1 8 ടേംസ് ഉണ്ടാവും. അപ്പോൾ 8 ടേംസ് ആണെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എത്ര വരും? 8/2 എന്ന് പറഞ്ഞാൽ 4 വരും അല്ലേ. അപ്പോൾ 2 ടേം ഉണ്ടാവും. ഏതൊക്കെയാണ്? T4ഉം T5ഉം ആയിരിക്കും ഇതിൻ്റെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ 2 ടേം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും വർഷങ്ങളിലൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് എഴുതാം മക്കളെ, എഴുതിക്കോളൂ. സിൻസ് ദി എക്സ്പാൻഷൻ ഓഫ് 3 minus x cubed by 6 all raised to 7 contains 7 + 1, അതാണ് n എന്നുള്ളതാണ് 7, അതുകൊണ്ടാണ് n+1 എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ 7 + 1 = 8 ടേംസ്
കോമ t 8/2 അങ്ങനെ എഴുതാം. അതായത് t 8/, അത് വേണ്ട, അല്ലെങ്കിൽ വേണ്ട, 8/2 എന്ന് ആദ്യം കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് എഴുതാം 8/2 is equal to 4. 8/2 is equal to 4, comma t4 and t5 are the middle terms. t4 and t5 are the middle terms. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളായി. ഇനി നമുക്ക് വേണ്ടത് t4 കണ്ടുപിടിക്കാം. t4 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? t3 + 1 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഓരോന്നിൻ്റെ വാല്യൂസ് കൊടുക്കാം. ഇവിടെ n എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉണ്ട്, 7 ആണ്. a എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ആണ്. b എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -x³/6 ആണ്. ഇവിടെ r നമുക്കറിയാം, r എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ t4 നമുക്ക് കണ്ടുപിടിക്കാം. NCR, that is 7c3 a 3 raised to n minus r, that is 7 minus 3. b, that is -x³/6 all raised to 3. Okay, so it is 7c3, that is 7 into 6 into 5 divided by 1 2 3 into 3 raised to 4. 7 minus 3 is 4. മൈനസിനെ ക്യൂബ് ചെയ്യുമ്പോൾ മൈനസ് വരും. ആ മൈനസ് നമുക്ക് വേണമെങ്കിൽ ആദ്യം എഴുതിയാലും മതിയായിരുന്നു. സോ മൈനസ് x³ all raised to 3 divided by 6 raised to 3, right? So that's equal to, അതിൻ്റെ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിച്ചേക്കാം. ദാറ്റ്സ് ഈക്വൽ ടു, ഇത് കൊണ്ട് കട്ടായി പോവും, അപ്പോൾ 6 പോവും. സോ 35 എന്ന് വരും. 35 3 raised to 4 നമുക്കറിയാം 81 ആണ്, ഡിവൈഡഡ് ബൈ ഇത് 6 raised to 3 ആണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ 6 raised to 3 തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. മൈനസ് ഉണ്ട്, x raised to 9. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു, ഞാൻ ഈ 35 81നെ 3 into 27 എഴുതി, എന്നിട്ട് 6നെ 3 into 2 3 into 2 3 into 2, അപ്പോൾ 6³ ആയല്ലോ. 3 3 3 എന്ന് പറയുമ്പോൾ 27 ആയി പോയി. പിന്നെ ഉള്ളത് 35 into 3 ആണ്, ദാറ്റ് ഈസ് -105 എന്ന് വരും. 2 2 2 എന്ന് പറഞ്ഞാൽ 8 വരും. 8 into x raised to 9. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത്ര ഒന്ന് എഴുതിയാൽ മതിയാവും. അതിൻ്റെ t4 ആയി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് t5 കൂടെ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് t5ലേക്ക് പോകാം. t5 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? t4 + 1 എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ r എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആവും അല്ലേ? ബാക്കിയെല്ലാം മാറ്റമില്ല, അതുപോലെ തന്നെ ആയിരിക്കും. സോ NCR, that is 7c4 എയുടെ സ്ഥാനത്ത് 3 ആണ്. 3 raised to 7 minus 4, and b is -x³/6 all raised to 4, right? Okay, so that's equal to 7c4, that is same as 7c3. So 7 into 6 into 5 divided by 1 2 3 3 raised to 3, right? Into മൈനസിനെ 4th പവർ എടുക്കുമ്പോൾ പ്ലസ് ആയിക്കോളും. x raised to 12 divided by 6നെ നമുക്ക് 6 into 6 into 6 into 6 എന്ന് എഴുതാം. ഒരു 6 ഇവിടെ നിന്ന് കട്ടാവും. പിന്നെ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതിയാവും. ഇവിടെ 3 3 ഉണ്ട്, അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ എഴുതാം. 7 into 5 into 7 into 5 into 3 into 3 into 3 divided by into x raised to 12 ഉണ്ട്, divided by 1 2 3 into 6നെ 3 into 2 3 into 2 into 3 into 2 3 3s ഇവിടെ നിന്ന് കട്ടായി പോകുള്ളൂ. പിന്നെയുള്ള വാല്യൂ നമ്മൾ എഴുതിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും നോക്കിക്കേ. 7 into 5 35 വരും. 35 x raised to 12 ഉണ്ട്, ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് വരുന്നത് 2 into 3 6 6 into 2 12 12 into 4 48 അല്ലേ? സോ 35/48 x raised to 12 എന്ന് വരും. ഇതാണ് ഇതിൻ്റെ 5th ടേം. ഇപ്പോൾ 2 മിഡിൽ ടേം ഉണ്ടെന്ന് പറഞ്ഞു, t4ഉം t5. ആ 2 ടേം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇത് സിമ്പിൾ അല്ലേ മക്കളെ? വലിയ പാടുള്ളതല്ല. ആ TR+1ൻ്റെ ഫോർമുല മാത്രം നമുക്കൊന്ന് കിട്ടിയാൽ മതി. ബാക്കിയെല്ലാം നമ്മുടെ ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് ആണ്. അത് നമുക്ക് കാൽക്കുലേറ്ററിൻ്റെ സഹായത്തോടെയും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, here is a similar question. Find the middle terms in the expansion of x/3 plus 9y all raised to 10. ഇവിടെ നമുക്കറിയാം എത്ര ടേമാണ് ഉള്ളത്. ഓൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ n ൻ്റെ സ്ഥാനത്ത് 10 ആണ് അല്ലേ?
അപ്പോൾ എത്ര ടേം ഉണ്ട്? 10 + 1 ടേംസ് ഉണ്ട്. ദാറ്റ് ഈസ് 11 ടേംസ് ഉള്ളത്. 11 ടേംസ് ആണെങ്കിൽ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എത്ര വരും? 11 ആയതുകൊണ്ട് നമുക്ക് നേരെ ബൈ 2 കണ്ടുപിടിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് +1/2 ദാറ്റ് ഈസ് 12/2 6 വരും. അപ്പോൾ ഇതിന് ഒരു മിഡിൽ ടേം ഉണ്ടാവുള്ളൂ. 11 ആയതുകൊണ്ട് 11 ടേം ഉള്ളതുകൊണ്ട് നമുക്കറിയാം അത് ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ഉള്ളതുകൊണ്ട് അതിന് മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ 6th ആയിരിക്കും. 6th ടേം എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒറ്റ ടേമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ T6 മാത്രം കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ ഒന്ന് എഴുതിക്കോ മക്കളെ. Since the expansion of x by 3 plus 9y all raised to 10 contains 10 plus 1 is equal to 11 terms, comma 11 plus 1 by 2 that is equal to 6, comma T6 is the middle term. T6 is the middle term. T6. അപ്പോൾ നമുക്കിനി അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഓരോന്നും എഴുതാം. n എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ആണ്. a എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x/3 ആണ്. b എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9y ആണ്. അതാണ് b എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമുല എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ഈ T6നെ നമുക്ക് T5+1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് 6മായി. 6 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇനി ജസ്റ്റ് വാല്യൂ കൊടുത്താൽ മതിയാവും. n ദാറ്റ് ഈസ് 10c5 a x/3 raised to n minus r. n എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 minus 5 and 9y all raised to 5. ദാറ്റ് ഈസ് നമുക്കറിയാം 10c5 നമുക്കറിയാം ഇവാലുവേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. 10 × 9 × 8 × 7 × 6 divided by 1 2 3 4 5. x raised to 5 by 3 raised to 5. 9 raised to 5 by 9 raised to 5 into y raised to 5. ഓക്കെ, അതിൽ നമുക്കറിയാം ഈ 3 2 ഒരു 6 കട്ടായി പോകോളും. 4 ഇത് കട്ടായിട്ട് 2 എന്ന് എഴുതാം. പിന്നെ 5 ആണ്. 5 × 10 എന്ന് പറയുമ്പോൾ 2 വരും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഉള്ളത് 2 ഉണ്ട്. പിന്നെ ഈ 2 × 7 14 എഴുതാം. 14 ഉണ്ട്. പിന്നെ ഒരു 9 ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 9 raised to 5 കൂടെ ഉണ്ട്. അപ്പം 9 raised to 10 ആവും. ഡിവൈഡഡ് ബൈ ഇവിടെ 3 raised to 5 ആണ്. ഇൻറ്റു പിന്നെ x raised to 5 y raised to 5 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഈ 3 raised to 5 അല്ലേ, ഇതിനെ നമുക്ക് 3 × 3 എന്ന് എഴുതാം. അപ്പോൾ 3 raised to 10 ഒരു 3 raised to 10 വരും അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു 28 എന്ന് എഴുതാം. 28 ഇൻറ്റു 9നെ നമുക്ക് 3² എന്ന് എഴുതാം. 3² all raised to 10 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 3 raised to 5 ഇൻറ്റു x raised to 5 ഇൻറ്റു y raised to 5, റൈറ്റ്. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 28 ഇൻറ്റു ഇത് 3 raised to 20 എന്ന് വരും. ഡിവൈഡഡ് ബൈ 3 raised to 5. x raised to 5 y raised to 5 that's equal to 28 ഇൻറ്റു ഇത് 3 raised to 15 എന്ന് വരും അല്ലേ. കാരണം ഇവിടെ 20 ഉണ്ട്, താഴെ 5 ഉണ്ട്, തമ്മിൽ കട്ടായി പോയിട്ട് 3 raised to 15 വരും. ഇൻറ്റു x raised to 5 ഇൻറ്റു y raised to 5. ഇത്രയും എഴുതിയാലും മതിയാവും. വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇല്ലെങ്കിലും നിർബന്ധമില്ല. കാരണം നമുക്ക് ഇതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ മക്കളെ, ഇത്രയും മതിയാവും. ഓക്കെ, അവിടെ ചെറിയ മിസ്റ്റേക്ക് പറ്റി. 9 raised to 5 എന്നുള്ളടത്ത് ഇവിടെ ഒരു 9 raised to 6 ആണ്. നമ്മൾ എഴുതിയപ്പോൾ മാറിപ്പോയത് 9 raised to 6 ആണ്. ഇവിടെ അപ്പോൾ all raised to 6 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പോൾ 6 ആകുമ്പോൾ 12 എന്നായിരിക്കും വരിക. ഇത് മാറിയിട്ട് ഇവിടെ 12 ആയിരിക്കും വരിക. 12 അപ്പോൾ ഇത് 12 മൈനസ് 5 എന്ന് വരും. 3 raised to 12 മൈനസ് 5 എന്ന് പറയാൻ നമുക്ക് അറിയാമല്ലോ. 12 ഇത് മേളിൽ ചെല്ലുമ്പോൾ മൈനസ് ആവും. സോ 3 raised to 7 എന്നായിരിക്കും വരിക. ആൻസർ എങ്ങനെ കിട്ടും? 6 1 2 3 6 x raised to 5 y raised to 5 എന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിരുന്നു. 9 raised to 5 ആ 9 ഈ 9 കൂടെ കണ്ടിട്ട് 10 എന്നങ്ങ് എഴുതിപ്പോയതാണ്. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക. 9 raised to 5 9 raised to 1 കൂടെ ആകുമ്പോൾ 9 raised to 6 ആണ് വരുന്നത്. അപ്പോൾ അത് 3² എന്ന് എഴുതിയിട്ട് 6 വരുമ്പോൾ 12 വരും.
പിന്നെ താഴത്തുമായിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 12 മൈനസ് 5 7 എന്ന് വരും. അങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂ കിട്ടിയത്. നമുക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ മക്കളെ, അപ്പോൾ ഈ മിഡിൽ ടൈം കണ്ടുപിടിക്കുന്ന മെത്തേഡ് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ മിഡിൽ ടൈം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക എന്നുള്ള വലിയ കാര്യമുള്ളതല്ല. അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, ഓൾ റൈസ് ടു വരുന്ന ഒരു ഈവൺ നമ്പർ ആണെങ്കിൽ അവിടെ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണുള്ളത്. ഓഡ് നമ്പർ ആണ് വരുന്നതെങ്കിൽ എപ്പോഴും അത് ഒറ്റ ടേം ഉണ്ടാവുള്ളൂ. നേരെ അതിൻ്റെ പകുതി കണ്ടുപിടിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഒന്നും കൂടെ കൂട്ടിയിട്ട് നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പൊ നമുക്ക് 10 വന്നപ്പോൾ ഈവൺ നമ്പർ ആണ്, അതുകൊണ്ട് 11 ടേംസ് ഉണ്ട്. ഇപ്പൊ 11 ടേംസിന്റെ പകുതി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 11 + 1 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ 12 12/2 6. അപ്പോൾ ഒരു ടേമേ ഉള്ളൂ. അതേസമയം അവിടെ വരുന്ന ഒരു ഓൾ റൈസ് ടു വരുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 14 ആണെന്ന് വിചാരിക്കുക, 15 ആണെന്ന് വിചാരിക്കുക. ഓൾ റൈസ് ടു 15 ആണെങ്കിൽ അവിടെ 15 + 1 ടേംസ് എന്ന് പറയുന്നത് 16 ടേംസ് ഉണ്ടാവും. 16 ടേംസ് ആണെങ്കിൽ അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 16ന്റെ പകുതി 8 ആണ്. 8ഉം 9ഉം അതിന്റെ മിഡിൽ ടേംസ് ആണ്. ഈ ഒരു രണ്ട് കാര്യമാണ് പ്രത്യേകം ഇതിനകത്തുനിന്ന് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ ഈ മിഡിൽ ടൈം എന്ന് പറയുന്നതും കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഒരു പർട്ടിക്കുലർ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും എല്ലാം നമ്മൾ പോകുന്നത് TR+1ന്റെ ഫോർമുലയിലാണ്. അപ്പോൾ TR+1ന്റെ ഫോർമുല നമുക്കൊന്ന് അറിയാമെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാകുന്നതല്ല. ഓക്കെ, ഹിയർ ഈസ് അനദർ ക്വസ്റ്റ്യൻ. If the coefficients of r minus 5th and 2r minus 1th terms in the expansion of 1 plus x all raised to 34 are equal, then find r. ഇതൊരു കണ്ടാൽ വലിയ ഫിഗർ ലുക്കൊക്കെ ഉണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് r minus 5th and 2r minus 1th terms in the expansion of 1 plus x all raised to 34 ആണ്. ഇപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ 34 ആണ്. 34 ആണ്. ഓക്കെ, അല്ല 34 അല്ല, 34 ആണ്. നമ്മൾ ഇവിടെ എഴുതിയപ്പോൾ 35 എന്നുള്ളത് മാറി, 34 ആണ്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 34 ആണ്. ഇനി കോഎഫിഷ്യന്റ് ഓഫ് ഏതാണ്? TR-5 ആണ്. TR-5 ആൻഡ് T2R-1. ഇനി നമുക്ക് ഈ TR-5 ഒന്ന് നോക്കാം. എന്താണ് TR-5? ഓക്കെ, ഈ TR-5 എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമുക്ക് TR+1ന്റെ ഫോർമുല നമുക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് R-6 + 1 എന്ന് എഴുതാം അല്ലെ. TR-6 + 1 ഫോർമുല എഴുതുമ്പോൾ NCR എന്ന് പറഞ്ഞാൽ 34 ആണ്. 34 CR-6 ഇൻറ്റു ഫസ്റ്റ് ടൈം 1 ആയതുകൊണ്ട് കുഴപ്പമില്ല, സെക്കൻഡ് ടൈം x ആയതുകൊണ്ട് നമുക്ക് x⁻r എന്ന് വരും. ദാറ്റ് ഈസ് r-6 എന്ന് വരും. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. a⁻n-r a എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് 1 തന്നെ വരും. b⁻r b എന്ന് പറഞ്ഞാൽ x ആയതുകൊണ്ട് x⁻r-6. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് എന്താണ് നോക്കി, T2R-1 ആണ്. T2R-1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമുക്കതിനെ T2R -2 + 1 എന്ന് എഴുതാം. എന്നാൽ എഴുതി കൂട്ടുമ്പോൾ 2R-1 വരത്തുള്ളൂ. നമുക്ക് ഈ +1 വരാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ എഴുതിയത്. അതെങ്ങനെ വരും? 34Z 2R-2. പിന്നെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് അത് എഴുതണ്ട. സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ x⁻2 r-ന്റെ സ്ഥാനത്ത് ഇവിടെ നമുക്ക് 2r- ഇവിടെ നമുക്ക് r-6 + 1 എന്ന് ഇങ്ങോട്ട് എഴുതുന്നേ. കാരണം r-ന്റെ സ്ഥാനത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ r-ന്റെ സ്ഥാനത്ത് ഇവിടെ r എന്ന് പറഞ്ഞാൽ ആദ്യത്തേനകത്ത് r-ന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് r-6 ആണ്. ഓക്കെ, r-6 ആണ്. അപ്പോൾ ഇവിടെ ഈ 1 എഴുതേണ്ട ആവശ്യമില്ല, r-6 തന്നെ മതിയാവും. ഇവിടെ വരുമ്പോൾ r-ന്റെ സ്ഥാനത്ത് ഇവിടെ r-ന്റെ സ്ഥാനത്ത് 2r-2 ആണ്. x⁻2r-2 എന്ന് വരും. 2r-2 എന്ന് വരും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. എന്താ പറയുന്നത്? കോഎഫിഷ്യൻസ് ഓഫ് ദീസ് ടേംസ് ആർ ഈക്വൽ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത് വരും, ഇവിടുത്തെ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത് വരും. ഇത് രണ്ടും ഈക്വൽ ആണ്. സിൻസ് ദി കോഎഫിഷ്യൻസ് ആർ ഈക്വൽ, 34CR-6 is equal to 34Z 2R-2. That is given. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഇവിടെ നമ്മളൊരു ഫോർമുല പഠിച്ചിരുന്നു. NCA is equal to NCB, then
പ്ലസ് ബി ഇസ് ഈക്വൽ ടു എൻ എന്നൊരു ഫോമുല നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണോ എന്നിൻ്റെ സ്ഥാനത്ത് 34 രണ്ട് സ്ഥലത്ത് സെയിം ആണ്. സോ എൻ സി എ ഇസ് ഈക്വൽ ടു എൻ സി ബി ഇംപ്ലൈസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എൻ ഓർ മീൻസ് ആർ മൈനസ് 6 പ്ലസ് 2r മൈനസ് 2 ഇസ് ഈക്വൽ ടു 34. ദാറ്റ് മീൻസ് ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു 6 ഉണ്ട്, 2r ഉണ്ട്. സോ മൊത്തം 3r ആയി മൈനസ് 6 മൈനസ് 2 8 ആയി ഈക്വൽ ടു 34. സോ 3r ഈസ് ഈക്വൽ ടു 34 മൈനസ് 8. ഓക്കെ, 34 പ്ലസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 42. സോ r ഈസ് ഈക്വൽ ടു 42 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 14 എന്ന് വരും. ഓക്കെ മക്കളെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ആർ എന്നാണ് അല്ലേ, ഫൈൻഡ് വാല്യൂ ഓഫ് ആർ എന്നാണ്. യെസ്, ഫൈൻഡ് ആർ ആണ്. അപ്പോൾ നമുക്ക് ആർ എന്ന് പറഞ്ഞാൽ 14 കിട്ടും. കണ്ടോ, ഈസി അല്ലേ? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഉപയോഗിച്ചത് നമ്മൾ ആ കോമ്പിനേഷൻസിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി മാത്രമാണ് ഈ ഒരു സെക്ഷനകത്ത് നമ്മൾ ഉപയോഗിച്ചത്. പക്ഷേ ഇനി പിന്നെ TR+1 ടേമിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്, പിന്നെ ആ കോയിഫിഷ്യൻ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് നമ്മൾ എഴുതിയ ഈ പ്രോബ്ലം അത് തന്നെയാണ്. പിന്നെ ഒരു മിഡിൽ ടേം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, മിഡിൽ ടേമിൻ്റെ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് അന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾക്ക് പഠിക്കാനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു ഇത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം ചെയ്ത് പഠിച്ചാലേ ഉള്ളൂ, ഓരോ പ്രോബ്ലം നിങ്ങൾ തനിയെ ചെയ്ത് പഠിച്ചാലേ ഉള്ളൂ നമുക്ക് ആ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ കിട്ടുമോ, അല്ലെങ്കിൽ നമുക്കുള്ള ചില ഡിഫിക്കൽട്ടീസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് വരണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ട് ബുക്ക് അടച്ച് വെച്ച് തനിയെ ചെയ്ത് പഠിക്കുക. ചെയ്താൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതർവൈസ് എവിടെയാണ് കിട്ടാത്തതെന്ന് നോക്കി പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതി വയ്ക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുവരെ നിങ്ങളും സുഖമായിട്ടിരിക്കുക, സൗഖ്യമായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.